ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷാഫി പറമ്പിലും മുനവറലി ശിഹാബ് തങ്ങളും ചേർന്നതോടെ പട്ടാമ്പിയിൽ UDF സ്ഥാനാർത്ഥി TP ഷാജിയുടെ റോഡ് ഷോ ആവേശമായി. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്ലാമന്തോൾ പാലം മുതൽ കൽപ്പക ജംഗ്ഷൻ വരെയായിരുന്നു റോഡ് ഷോ. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കൂടെ പട്ടാമ്പിയിലും UDF തിളക്കമുണ്ടാകുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. റിയാസ് മുക്കോളിക്ക് അർഹമായ പ്രാധാന്യം നൽകുമെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. പട്ടാമ്പി ദേശീയോത്സവത്തിന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നേരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ദിവസമൊക്കെ എങ്ങനെ പരിപാടി നടത്താന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു. കാരണം പട്ടാമ്പി നേർച്ചക്ക് വേറൊരു പരിപാടി നടത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. പക്ഷേ പട്ടാമ്പിയുടെ യുവത ആ ചരിത്രം തിരുത്തി പൊള്ളുന്ന വെയിലിനെ വാക്കാതെ പ്ലാമന്തോൾ പാലത്തിന് ആരംഭിച്ച് ഇതുവരെയും ഈ റാലിയിൽ ഉടനീളം സംബന്ധിച്ച ഊർജ്ജസ്വലരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ചോരയും നീരുമായ മുഴുവൻ സഹപ്രവർത്തകർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേരുകയാണ്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടാമ്പിയുടെ ചരിത്രത്തിൽ വികസനം അല്ലെങ്കിൽ വികസന നായകൻ എന്നൊക്കെ പദം നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചതും കേട്ടതും കണ്ടതും പഠിച്ചതും പ്രിയപ്പെട്ട CP മുഹമ്മദ് എന്ന MLA പട്ടാമ്പിക്ക് വന്ന ശേഷമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ്. ഈ പട്ടാമ്പിക്ക് താലൂക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയ പ്രിയപ്പെട്ട CPക്ക് ശേഷം ഈ പട്ടാമ്പിയുടെ തുടർ വികസന കാര്യങ്ങൾ നേടാൻ വേറൊരു പീക്ക് കഴിയട്ടെ, അത് TP ആവട്ടെ എന്നുള്ളതാണ് ഈ നാട് ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ വലിയൊരു ഭരണമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ആ അധികാരത്തിൽ ഗവൺമെന്റ് UDFന്റെ വരുമ്പോ അതിനൊപ്പം പട്ടാമ്പി സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, പട്ടാമ്പി തിളങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ആ തിളക്കം ഉറപ്പുവരുത്താൻ പ്രിയങ്കരനായ ശ്രീ TP ഷാജി നാടിനെ ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ്, നാട്ടുകാർക്കും ഏറ്റവും നന്നായി അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സാധിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. നിങ്ങൾ ബൂത്തുകളിൽ, വീടുകളിൽ പരമാവധി അധ്വാനം ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിക്കണമെന്ന് കൂടി പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഒരു വാക്ക്, പട്ടാമ്പിയുടെ പ്രിയങ്കരനായിരുന്ന റിയാസ് മുക്കോളി, അദ്ദേഹത്തിനും പാർട്ടിയും മുന്നണിയും അർഹമായ പ്രാധാന്യത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ തുടർ രാഷ്ട്രീയ ജീവിതത്തിനും പൊതുപ്രവർത്തനത്തിനും എല്ലാ പിന്തുണയും നൽകുമെന്നുള്ള കൂടെ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കുടുംബം പോലെ ഒരു ടീമായി നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അക്ഷീണം എത്തിക്കാൻ എല്ലാവരും 8 ദിവസമാണ് ഇനി ശരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. പോളിംഗ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ഡേ ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.